നമസ്കാരം. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. റൂട്ട് സ്റ്റോൺ ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ആർക്കിടെക്ട് വൈഷ്ണവ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് അശ്വിൻ അനുശ്രീ ദമ്പതികൾക്കായി നിർമ്മിച്ച രാഘവ് എന്ന ഭവനത്തിലാണ്. 28 സെന്റിൽ 3400 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ ഭവനം മോഡേൺ ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റ്. GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഗേറ്റിന്റെ രണ്ട് വശത്തായിട്ട് പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എലിഫന്റ് ഇയറും അതുപോലെ തന്നെ ഹെലികോർണിയയും കൊടുത്തിട്ടുണ്ട്. റോഡിൽ നിന്ന് 12 മീറ്റർ മാറിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മുറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്തൂർ സ്റ്റോണും അതുപോലെ കോബിൾ സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ മുറ്റം ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. താരതമ്യേന പരിചരണം കുറഞ്ഞ ബഫല്ലോ ഗ്രാസ്, അതുപോലെ ഹെലികോർണിയ, സ്നേക്ക് പ്ലാന്റ്, റെഡ് പാം, യുജീനിയ തുടങ്ങി മറ്റ് ട്രോപ്പിക്കൽ പ്ലാന്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ വലുപ്പത്തിലുള്ള 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീടിന്റെ എലവേഷൻ വളരെ മനോഹരമാണ്. ഇതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട്. 3.8 into 2 മീറ്ററിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടെർമിനാലിയ പ്ലാന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്ത 2 വിൻഡോസും സിൽ ഹൈറ്റ് കൂടാതെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2.4 മീറ്റർ ഹൈറ്റിലാണ് ഇതിന്റെ ലിൻഡൽ വരുന്നത്. ആ ഹൈറ്റിലാണ് ഈ വിൻഡോ ചെയ്തിട്ടുള്ളത്. ടീക്വുഡ് ഉപയോഗിച്ചിട്ടാണ് ഡോറും അതുപോലെ വിൻഡോയും ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 മീറ്റർ വിഡ്ത്തിൽ വരുന്ന 2.4 മീറ്റർ ഹൈറ്റിൽ വരുന്ന മെയിൻ ഡോർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹഫലയുടെ ലോക്ക് കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ വാതിൽ തുറന്നിട്ട് എത്തുന്നത് തന്നെ ഇവിടുത്തെ ഫോയറിലോട്ടാണ്. ഫോയറിന്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത് PVC ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോയറിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് വരുന്നത്. ലിവിങ്ങിന്റെ മെഷർമെന്റ് വരുന്നത് 3.6 into 3.6 മീറ്റർ ആണ്. ഈ ലിവിങ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ്. ഇതിന്റെ സീലിംഗ് ആയിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ തന്നെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7 പേർക്ക് ഇരിക്കാൻ പറ്റിയ സോഫ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ ഒരു ടീപ്പോയ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറകുവശത്തായിട്ടുള്ള വാളിൽ ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ട് 2 പിക്ചേഴ്സ്, അതായത് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് ടെറാക്കോട്ട ജാലിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ എൻ്റയർ ഫോയറിലെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വുഡൻ ടെക്സ്ചറിൽ വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് കൺസോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറകുവശത്ത് സിമന്റ് ടെക്സ്ചറിൽ വരുന്ന ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ സെന്റർ പോർഷനിലോട്ട് PVCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ക്ലോക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണ് വരുന്നത്. നമുക്ക് ഒരു ബെഡ്റൂം കാണാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 3.6 into 3.6 മീറ്ററിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ നമ്മളൊരു കിങ് സൈസിൽ വരുന്ന ബെഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 സൈഡിലായിട്ട് 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബെഡിന്റെ പിറകുവശത്തായിട്ട് സിമന്റ് ടെക്സ്ചറിൽ വരുന്ന ഫിനിഷാണ് വാളിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെന്റർ പോർഷനിലായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിന്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്ക് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ 3.6 മീറ്റർ വിഡ്ത്തിൽ വരുന്ന ഒരു വലിയ വിൻഡോ ആണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ലെയറിൽ വരുന്ന സ്ലൈഡിംഗ് കർട്ടൻ കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡിന് 2 കോർണറിൽ, അതായത് മുകളിൽ സീലിംഗിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് യൂണിറ്റ് വരുന്നത്. അതിനോട് തന്നെ ചേർന്നിട്ടാണ് ഇവിടുത്തെ വാഷ്റൂം യൂണിറ്റും കൂടെ വരുന്നത്. നമുക്ക് വാഷ്റൂം യൂണിറ്റ് കാണാം. ഈ വാഷ്റൂം ചെയ്തിട്ടുള്ളത് വെറ്റ് ഏരിയയും അതുപോലെ തന്നെ ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണിത്. 4.2 into 3.6 മീറ്ററിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കിങ് സൈസിലുള്ള ബെഡാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും സൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബെഡ്, അതായത് കോട്ടിന്റെ പിറകുവശത്തായിട്ട് PVCയുടെ ലൂവേഴ്സ് വരുന്ന ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ റോമൻ കർട്ടൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഹ്യൂജ് വാർഡ്രോബ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വലിയ മിററും അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ പിറകുവശത്തായിട്ടാണ് ഇവിടുത്തെ ബേ വിൻഡോ വരുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിലെ സ്റ്റഡി യൂണിറ്റ്. ഈ സ്റ്റഡി യൂണിറ്റിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. നമുക്ക് വാഷ്റൂം കാണാം. ഇവിടെ ഫോയർ എൻഡ് ചെയ്യുന്ന ഇടത്തിൽ, അതായത് മെയിൻ ഡോറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ പൂജാ യൂണിറ്റ് വരുന്നത്. ഫോയറിന്റെ സൈഡിലായിട്ട് വലിയൊരു ഹോളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹോളിന്റെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ യൂണിറ്റ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ഡൈനിങ് യൂണിറ്റും അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും കൂടെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഡൈനിങ് യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ കസ്റ്റമൈസ്ഡ് ഡൈനിങ് യൂണിറ്റ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് യൂണിറ്റിന്റെ പിറകുവശത്തെ വാള് സിമെന്റ് ടെക്സ്ചറിൽ വരുന്ന ഫിനിഷ് കൊണ്ടാണ് ഈ എൻറ്റയർ വാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ഡെക്കറേറ്റീവ് എലമെന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കൺസോളും കൂടെ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് യൂണിറ്റിന്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് ഇവിടുത്തെ വാഷ് യൂണിറ്റും വരുന്നത്. ഇവിടുത്തെ ഡൈനിങ് യൂണിറ്റിന്റെ അടുത്തായിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് ചെയ്തിട്ടുള്ളത്. 7.4 × 2.8 മീറ്ററിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 5 പേർക്ക് ഇരിക്കാൻ പറ്റിയ കസ്റ്റമൈസ്ഡ് എൽ ഷേപ്പിൽ വരുന്ന സോഫയാണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ ഒരു ടീപ്പോയ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടി വി യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടി വിയുടെ പിറകുവശത്തായിട്ട് ഒരു ഗ്രേ കളറിൽ വരുന്ന ടെക്സ്ചർ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലെങ്തി ടി വി കൺസോൾ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വോൾ ഉണ്ട്. ഈ വോളിൽ ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞു ക്യൂരിയസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ ഏരിയ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാളിന് അല്പം മാറിയിട്ട് ഈ പാസേജ് വഴിയാണ് ഇവിടുത്തെ മോഡുലാർ കിച്ചണിലോട്ട് എത്തുന്നത്. ഈ ഇവിടുത്തെ മോഡുലാർ കിച്ചണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറുത്, അതുപോലെ മിനിമൽ ആൻഡ് നല്ലൊരു ബ്യൂട്ടിഫുൾ രീതിയിലാണ് ഇവിടുത്തെ മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത്. 3.4 × 3 മീറ്ററിലാണ് ഇവിടുത്തെ മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിൽ വരുന്ന ക്യാബിനറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോട്ടം യൂണിറ്റ് സ്റ്റീലിലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ടോൾ യൂണിറ്റ് വരുന്നത്. വെനീർ ഫിനിഷിൽ വരുന്ന ടോൾ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ടോപ്പ് യൂണിറ്റും വെനീർ ഫിനിഷിൽ തന്നെ വരുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡുലാർ കിച്ചണിൽ നമുക്ക് ഫ്രണ്ടിലോട്ട്, അതായത് വീടിന്റെ മുൻഭാഗത്തോട്ട് നല്ല എക്സാക്ട് വ്യൂ കൂടെ കിട്ടുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടുകാരുടെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ്. നമുക്ക് ഇവിടുത്തെ കോർട്ട്യാർഡ് കാണാം. ഹാളിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ കോർട്ട്യാർഡ് വരുന്നത്. ഇവിടുത്തെ കോർട്ട്യാർഡിലോട്ടുള്ള എൻട്രിയിൽ UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ കോർട്ട്യാർഡിന്റെ സൈസ് വരുന്നത് 5.5 × 5.5 ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുറേ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലാണ് ഇവരെല്ലാവരും ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലാബ്സ് എല്ലാം വെച്ചിട്ട് ഒരു സീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് സീറ്റിങ്ങിന്റെ പിറകിലായിട്ട് കലാത്തിയ ലൂത്തിയ പ്ലാന്റും അതുപോലെ മറ്റു ചെടികളും വെച്ചിട്ടുള്ള ഒരു ഗ്രീനറി സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കോർട്ട്യാർഡിന്റെ സെന്ററിലായിട്ട് ടെർമിനാലിയ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ ഫ്ലോറിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്യാപ്പുകളിലായിട്ട് പെബിൾസ് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. കോർട്ട്യാർഡിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രൈവസിക്കും അതുപോലെ തന്നെ വീടിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടെ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ സ്റ്റെയർ യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് ലാൻഡിങ് ഇവിടെ ഹാങ്ങിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ട്രെഡ്സ് ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡും MS-ന്റെ സ്ക്വയർ റോഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമ്മൾ കയറുന്നത് തന്നെ ഒരു പാസേജിലോട്ടാണ്. പാസേജിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലൈബ്രറി അതുപോലെ തന്നെ വർക്കിംഗ് ഏരിയയും വരുന്നത്. ഇത് ലൈബ്രറി യൂണിറ്റ് ആണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്രണ്ട് സൈഡിലെ എല്ലാ ഡോർസും വിൻഡോസും വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കി എല്ലാ വിൻഡോസും ഇവിടെ UPVCയുടെ വിൻഡോസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പാസേജിന്റെ ഈ എഡ്ജ് ഭാഗത്തായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് റൂമിലോട്ട് നല്ലൊരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. വിഡ്ത്ത് പറഞ്ഞിട്ട് നല്ല ലെങ്തി ആയിട്ടൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിന്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് നല്ലൊരു വ്യൂ കൂടെ കിട്ടുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. ഇവിടെ കിങ് സൈസിലുള്ള ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിൾ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് വാർഡ്രോബും കൂടാതെ അതിന്റെ സൈഡിലായിട്ട് ഒരു വാഷ്റൂം യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു ചുമരിൽ നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. 4.2 × 3.6 മീറ്ററിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ കിങ് സൈസിൽ വരുന്ന ഒരു ബെഡും അതിൻ്റെ സൈഡിലായിട്ട് സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ജിപ്സം സീലിംഗ് ആണ്. ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് യൂണിറ്റും അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ മിററും കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ റൈറ്റ് കോർണറിലായിട്ടാണ് ഇവിടുത്തെ വർക്കിംഗ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂം യൂണിറ്റും വരുന്നത്. ഞങ്ങളുടെ മറ്റൊരു പ്രൊജക്റ്റുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.